ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറൻസിക് ബാലിസ്റ്റിക്സിലെ മറ്റൊരു ടോപ്പിക്കാണ് ഇൻറ്റേർണൽ ബാലിസ്റ്റിക്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് അനാറ്റമി ഓഫ് ഫയർ ആം നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഫോറൻസിക് ബാലിസ്റ്റിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിനുശേഷം ഇൻറ്റേർണൽ ബാലിസ്റ്റിക്സ് ആൻഡ് ഫോറൻസിക് റെലവൻറ്റ് ഫീച്ചേഴ്സ് ഫ്രം ഇൻറ്റേർണൽ ബാലിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആദ്യമേ അനാറ്റമി ഓഫ് ഫയർ ആമിനെ കുറിച്ച് നമുക്ക് ബ്രീഫായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ പോലും ഇതിൽ പല ടേംസും നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനാറ്റമി ഓഫ് ഫയർ ആം ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫയർ ആം എടുത്താൽ അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ബാരലിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനെയാണ് നമ്മൾ മസിൽ എന്ന് പറയുക. ഇതാണ് ബാരൽ എന്ന് പറയുന്നത്. ഈ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് ബാരൽ എന്ന് പറയുന്നത്. അതിൽ റൈഫ്ലിങ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ റൈഫ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഹെലിക്കൽ ഗ്രൂവ്സ് ആണ്. ഈ ബാരലിൻ്റെ ബോറിൽ ഹെലിക്കലായിട്ടുള്ള ഗ്രൂവ്സ് കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ റൈഫ്ലിംഗ് എന്ന് പറയുന്നത്. അത് ബുള്ളറ്റിനൊരു ട്വിസ്റ്റിംഗ് മോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നതാണ് കാട്രിഡ്ജ് ആസ് എ ഹോൾ. അപ്പോൾ കാട്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതിൽ കാട്രിഡ്ജ് കേസ് ഉണ്ടാവും. അതിലേക്ക് ബുള്ളറ്റ്, പ്രൊപ്പല്ലൻ്റ്, പ്രൈമർ ഇതെല്ലാം എംബഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ആസ് എ ഹോൾ കാട്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ബുള്ളറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രൊജക്ടൈൽ. പിന്നെ വരുന്നതാണ് ബ്രീച്ച് ഫേസ്. ബ്രീച്ച് ഫേസ് എന്ന് പറയുന്നത് ഈ കാട്രിഡ്ജ് വന്ന് സിറ്റ് ചെയ്യുന്ന പോർഷനാണ് ബ്രീച്ച് ഫേസ് എന്ന് പറയുന്നത്. ഏറ്റവും സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബിഗിനിങ് പോർഷൻ ഓഫ് ഈ ബാരൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു റീജിയനെയാണ് നമ്മൾ, അതായത് ബുള്ളറ്റ് ഇരിക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ചേംബർ എന്ന് പറയുക. പിന്നെ വരുന്നതാണ് ഫയറിംഗ് പിന്ന്, അതുപോലെ ട്രിഗർ. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനാറ്റമി ഓഫ് ഫയർ ആമിൽ നമ്മൾ നോക്കേണ്ടത്. അതേപോലെ ഈ റൈഫിളിങ്ങിനെ കുറിച്ചും നമുക്ക് നല്ല ധാരണ വേണം. ബുള്ളറ്റിൻ്റെ മോഷനെ കുറിച്ചും നമുക്ക് നല്ല ധാരണ വേണം. റൈഫിളിലൂടെ പോകുമ്പോൾ ബുള്ളറ്റിന് ട്വിസ്റ്റിംഗ് മോഷൻ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ കാട്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആസ് എ ഹോളാണ് മനസ്സിലേക്ക് വരേണ്ടത്. ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രൊജക്ടൈൽ മാത്രമാണ് ഉണ്ടാവുക. കാട്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതൊരു അസംബ്ലിയാണ്. പ്രൊജക്ടൈലിൻ്റെയും പ്രൊപ്പല്ലൻറ്റിൻ്റെയും കാട്രിഡ്ജ് കേസിൻ്റെയും പ്രൈമറിൻ്റെയും ഒരു അസംബ്ലിയാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് ബാലിസ്റ്റിക്സ്, ഫോറൻസിക് ബാലിസ്റ്റിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻറ്റേർണൽ ബാലിസ്റ്റിക്സ്, പിന്നെ എക്സ്റ്റേർണൽ ബാലിസ്റ്റിക്സ്, ദെൻ ടെർമിനൽ ബാലിസ്റ്റിക്സ്. അപ്പോൾ ഇൻറ്റേർണൽ ബാലിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് വാട്ട് ഹാപ്പൻസ് വിത്തിൻ ദ ബാരൽ ഓഫ് എ വെപ്പൺ ഫ്രം ദ മൊമെൻറ്റ് ദ ഫയറിംഗ് പിൻ ഹിറ്റ്സ് ദ പ്രൈമർ ടു ദ ടൈം ദ ബുള്ളറ്റ് എക്സിറ്റ് ഫ്രം ദ ബാരൽ. അപ്പോൾ നമ്മൾ ഫയർ ആം കൺസിഡർ ചെയ്താൽ ഈ ഫയറിംഗ് പിൻ വന്ന് ഈ പ്രൈമറിൽ ഹിറ്റ് ചെയ്യുന്ന സമയം മുതൽ ഈ ബുള്ളറ്റ് ഇവിടെ നിന്ന് എക്സിറ്റ് ഔട്ട് ആകുന്ന സമയം വരെ ഇതിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എക്സ്റ്റേർണൽ ബാലിസ്റ്റിക്സ്. ഇപ്പോൾ എക്സ്റ്റേർണൽ ബാലിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ദ ഫ്ലൈറ്റ് ഓഫ് ദ ബുള്ളറ്റ് ഫ്രം ദ മസിൽ ഓഫ് ദ വെപ്പൺ ടു ദ ടാർഗറ്റ്. അതായത് ബുള്ളറ്റിൻ്റെ ഫ്ലൈറ്റ്, വൺസ് ബുള്ളറ്റ് ഇതിൽ നിന്ന് ഇജക്റ്റ് ഔട്ടായി, അവിടെ നിന്ന് മസിലിൽ നിന്ന് ഇജക്റ്റ് ഔട്ടായി ടാർഗറ്റിലേക്ക് എത്തുന്നതിന് ഇടയിലുള്ള അതിൻ്റെ ഫ്ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ ബാലിസ്റ്റിക്സ് എന്ന് പറയുക. ഇറ്റ് ഇൻവോൾവ്സ് പാരാമീറ്റേഴ്സ് സച്ച് ആസ് ബുള്ളറ്റ് ഷേപ്പ്, സെക്ഷണൽ ഡെൻസിറ്റി, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സെട്ര. അപ്പോൾ എക്സ്റ്റേർണൽ ബാലിസ്റ്റിക്സിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഇതെല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. അപ്പോൾ എക്സ്റ്റേർണൽ ബാലിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വൺസ് ബുള്ളറ്റ് പുറത്തേക്ക് ഇജക്റ്റ് ഔട്ട് ആയാൽ ടാർഗറ്റിലെത്തുന്നതിന് മുൻപും അതിനിടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ ബാലിസ്റ്റിക്സ് എന്ന് പറയുക. പിന്നെ വരുന്നതാണ് ടെർമിനൽ ബാലിസ്റ്റിക്സ്. അപ്പോൾ ടെർമിനൽ ബാലിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ദ മിസൈൽ വൺസ് ഇറ്റ് റീച്ചസ് ദ ടാർഗറ്റ്. വൺസ് ഈ പ്രൊജക്ടൈൽ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ പ്രൊജക്ടൈലിനും അതേപോലെ ആ ടാർഗറ്റിനും എന്തൊക്കെ സംഭവിക്കുന്നു ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ടെർമിനൽ ബാലിസ്റ്റിക്സ്. ഇപ്പോൾ പ്രൊജക്ടൈൽ ഇൻട്രാക്ട്സ് വിത്ത് ദ ലിവിങ് ടിഷ്യൂ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് വൂണ്ട് ബാലിസ്റ്റിക്സ്. അതായത് ഈ പ്രൊജക്ടൈൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഒരു ലിവിങ് ടിഷ്യൂവിലാണ്, ലൈക്ക് ആനിമൽസ് ഓർ ഹ്യൂമൻസ്, ദെൻ അതിനെ നമ്മൾ വൂണ്ട് ബാലിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. ഈ പ്രൊജക്ടൈൽ കൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രൊജക്ടൈലിനും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നതിനെയാണ് നമ്മൾ വൂണ്ട് ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഇൻറ്റേർണൽ ബാലിസ്റ്റിക്സ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ ഇൻറ്റേർണൽ ബാലിസ്റ്റിക്സിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് അതിൽ ഫയർ ആമിൻ്റെ ഒരു ഫയറിംഗ് മെക്കാനിസത്തിനെ കുറിച്ചാണ്. അതായത് എങ്ങനെയാണ് ഫയർ ആമിൽ നിന്ന് ബുള്ളറ്റ് ഇജക്റ്റ് ഔട്ട് ആവുന്നത്, അതിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഫയറിംഗ് മെക്കാനിസത്തിൽ വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ട്രിഗർ പ്രസ് ചെയ്തതിന് കഴിഞ്ഞാൽ ഫയറിംഗ് പിൻ വന്ന് പ്രൈമറിൽ സ്ട്രൈക്ക് ചെയ്യും. അപ്പം ഇതാണ് ഫയറിംഗ് പിന്ന്. ഇപ്പോൾ ഫയറിംഗ് പിൻ വന്ന് പ്രൈമറിൽ, ഇവിടെ പ്രൈമറുണ്ട്, ഫയറിംഗ് പിൻ വന്ന് പ്രൈമറിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, പ്രൈമർ ക്യാപ്പിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും ആദ്യം നടക്കുന്നത്. അപ്പം നമ്മൾ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ഫയറിംഗ് പിൻ വന്ന് പ്രൈമറിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ ഇൻഡൻറ്റേഷൻ കോസ്ഡ് ഇൻ ദ ക്യാപ്പ് crushes the primer composition, instant shock, explodes high explosive. അപ്പോൾ വൺസ് പ്രൈമറിൽ വന്ന് ഫയറിംഗ് പിൻ ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പ്രൈമർ ക്യാപ്പിന് ഒരു ഇൻഡൻറ്റേഷൻ സംഭവിക്കുന്നു. അതായത് ഒരു ഇൻസ്റ്റൻറ്റ് ഷോക്കാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഷോക്ക് കൊണ്ട് അതിലുള്ള ഹൈ എക്സ്പ്ലോസീവ് എക്സ്പ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഹൈ എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. അതിന് ചെറിയൊരു ഷോക്ക് കിട്ടിയാൽ തന്നെ അത് എക്സ്പ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഫയറിംഗ് പിന്നിന് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻസ്റ്റൻറ്റ് ഷോക്ക് ഈ ഹൈ എക്സ്പ്ലോസീവിനെ എക്സ്പ്ലോഡ് ചെയ്യിക്കുന്നു. അപ്പോൾ അങ്ങനെ ഹൈ എക്സ്പ്ലോസീവ് എക്സ്പ്ലോഡ് ആകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഫ്ലെയിം ഫ്ലാഷ് ഹോളിലൂടെ പ്രൊപ്പല്ലൻറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ ദ പ്രൈമിംഗ് കോമ്പൗണ്ട് എക്സ്പ്ലോഡ്സ് വിത്ത് ഗ്രേറ്റ് വയലൻസ് കോസിങ് ആൻ എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ജെറ്റ് ഓഫ് ഫ്ലെയിം ടു പാസ് ത്രൂ ദ ഫ്ലാഷ് ഹോൾ ആൻഡ് ഇൻ ടു ദ പ്രൊപ്പല്ലൻ്റ് ചാർജ്. അങ്ങനെ പ്രൈമറിൽ നിന്ന് എക്സ്പ്ലോഡായിട്ട് വരുന്ന ഫ്ലെയിം ഫ്ലാഷ് ഹോളിലൂടെ പ്രൊപ്പല്ലൻറ്റിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ഈ പ്രൊപ്പല്ലൻ്റ് എത്തിച്ചേരുമ്പോഴേക്കും ഈ ഫ്ലെയിം ബേൺ ചെയ്യാൻ തുടങ്ങും പ്രൊപ്പല്ലൻറ്റിന്. അപ്പോൾ ദിസ് ജെറ്റ് ഓഫ് ഫ്ലെയിം വിച്ച് ഈസ് അബൌട്ട് 2000 degrees Celsius ignites the propellant which burns at high speed to form a large volume of gas. അങ്ങനെ ഈ പ്രൊപ്പല്ലൻ്റ് ബേൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ലാർജ് വോളിയം ഓഫ് ഗ്യാസ് അവിടെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ. അങ്ങനെ ഈ ലാർജ് വോളിയം ഓഫ് ഗ്യാസ് ഫോം ചെയ്യും. അത് ഹൈ പ്രഷറിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ദിസ് high pressure gas accelerates the bullet down the barrel out of the muzzle. അങ്ങനെ ഈ കാട്രിഡ്ജ് കേസിൻ്റെ ഉള്ളിൽ പ്രൊപ്പല്ലൻ്റ് ബേൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ വെരി ഹൈ പ്രഷറായിട്ടുള്ള ഗ്യാസ് ഫോം ചെയ്ത് ആ ഗ്യാസ് ബുള്ളറ്റിനെ ഇതിൽ നിന്ന് പുഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇജക്റ്റ് ഔട്ട് ചെയ്യുന്നു. ബാരലിലൂടെ ബുള്ളറ്റ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫയർ ആമിൽ നിന്നും നമ്മൾ ട്രിഗർ പുള്ള് ചെയ്യുമ്പോൾ ഫയറിംഗ് പിൻ വന്ന് സ്ട്രൈക്ക് ചെയ്ത് പ്രൈമറിനെ ഇഗ്നൈറ്റ് ചെയ്ത് പ്രൈമറിൽ നിന്ന് ആ ഫ്ലെയിം ഫ്ലാഷ് ഹോളിലൂടെ പ്രൊപ്പല്ലൻറ്റിലേക്ക് എത്തി പ്രൊപ്പല്ലൻറ്റിനെ ബേൺ ചെയ്യിച്ച് ഹൈ ടെമ്പറേച്ചർ ഹൈ വോളിയം ഓഫ് ഗ്യാസ് ഫോം ചെയ്ത് ആ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലാർജ് വോളിയം ഓഫ് ഗ്യാസ് ഇതിൽ നിന്നും വരുന്ന ഗ്യാസ് ഈ ബുള്ളറ്റിനെ ഇതിൽ നിന്ന് ഇജക്റ്റ് ഔട്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫയറിംഗ് മെക്കാനിസത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇവിടെ ഇപ്പം ബുള്ളറ്റ് ഇജക്റ്റ് ഔട്ട് ആവുന്നതാണ് കാണുന്നത്. ഇത് എങ്ങനെയാണ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതുള്ളതും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫയറിംഗ് പിന്ന്, ഇത് പ്രൈമർ, കേസ്, പ്രൊപ്പല്ലൻ്റ്, ബുള്ളറ്റ്. അപ്പോൾ ഫയറിംഗ് പിന്ന് വന്ന് ഹിറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു ഫ്ലാഷ് ഹോളിലൂടെ ഫ്ലെയിം വരുന്നു, ആ ഫ്ലെയിം പ്രൊപ്പല്ലനെ ഇഗ്നൈറ്റ് ചെയ്യുന്നു, ഹൈ പ്രഷർ ഗ്യാസ് ഫോം ചെയ്യുന്നു, ആ ഹൈ പ്രഷർ ഗ്യാസ് ബുള്ളറ്റിനെ ഇതിലൂടെ ഇജക്റ്റ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ റൈഫ്ലിങ്സ് കൊടുത്തിട്ടുണ്ട്, ഹെലിക്കൽ ഗ്രൂവ്സ് അല്ലേ. അപ്പോൾ ഈ ബുള്ളറ്റിന് ഇപ്പോൾ ഇതിനകത്ത് വേറെ മാർക്കിങ്സ് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല, പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ബുള്ളറ്റ് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ മാർക്കിങ്സ് വീഴുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കണ്ട, ഹെലിക്കലായിട്ടുള്ള മാർക്കിങ്സ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഹെലിക്കൽ ഗ്രൂവ്സിൽ ഈ ബുള്ളറ്റ് കോണ്ടാക്ട് വരുന്നത് കൊണ്ടാണ്, ഫ്രിക്ഷൻ കൊണ്ടാണ് ആ മാർക്കിങ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് ഇപ്പോൾ പ്രൈമർ ഫയറിംഗ് പിൻ ഹിറ്റ് ചെയ്യുന്നു, പ്രൈമർ ഇഗ്നൈറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ഫ്ലെയിം പ്രൊപ്പലിനെ ബേൺ ചെയ്യിച്ച് ബുള്ളറ്റിനെ ആ ഹൈ പ്രഷർ ഗ്യാസ് പുഷ് ഔട്ട് ചെയ്യുന്നു പുറത്തേക്ക്. അപ്പോൾ ഇതാണ് ഫയറിംഗ് മെക്കാനിസത്തിൽ സംഭവിക്കുന്നത്. ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുള്ളൂ.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഫയറിങ് കാരണം പുറത്തേക്ക് വരുന്ന ബുള്ളറ്റിനും അതേപോലെ അതിനുള്ളിലുണ്ടായിരുന്ന കാട്രിഡ്ജിനും കുറേ മാറ്റങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ കുറേ വ്യത്യാസങ്ങളും കുറേ മാർക്കിങ്സുകളും അതിൽ ഫോം ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാട്രിഡ്ജ് കേസിൽ വരുന്ന അത്തരത്തിലുള്ള മാർക്കിങ്സ് ആണ്. ഇതിൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കിങ്സ് ആണ് നമ്മൾ ഫോറൻസിക് അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുൻപ് ഏതൊക്കെയാണ് ഈ മാർക്കിങ്സ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫയറിംഗ് പിൻ മാർക്കിംഗ് നോക്കാം. അപ്പോൾ ഫയറിംഗ് പിന്ന് വന്ന് കാട്രിഡ്ജിൻ്റെ ബേസിൽ അല്ലെങ്കിൽ പ്രൈമറിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഹിറ്റ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന ഒരു ഇൻഡൻറ്റേഷൻ ഉണ്ടാകും. ആ ഇൻഡൻറ്റേഷനെയാണ് നമ്മൾ ഫയറിംഗ് പിൻ മാർക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു സെൻറ്റർ ഫയർ ആയിട്ടുള്ള ഒരു കാട്രിഡ്ജ് ആയതുകൊണ്ടാണ് സെൻറ്ററിൽ മാർക്കിംഗ് വന്നിട്ടുള്ളത്. ഇപ്പോൾ റിം ഫയർ ആയിട്ടുള്ള കാട്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ റിമ്മിലായിരിക്കും ഈ ഫയറിംഗ് പിൻ മാർക്ക് ഉണ്ടാവുക. അപ്പോൾ ഫയറിംഗ് പിൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ദ ഇൻഡൻറ്റേഷൻസ് ക്രിയേറ്റഡ് വെൻ ദ ഫയറിംഗ് പിൻ ഓഫ് എ ഫയർ ആം സ്ട്രൈക്സ് ദ പ്രൈമർ ഓഫ് എ സെൻറ്റർ ഫയർ കാട്രിഡ്ജ് കേസ് ഓർ ദ റിം ഓഫ് എ റിം ഫയർ കാട്രിഡ്ജ് കേസ്. പിന്നെ വരുന്നതാണ് ബ്രീച്ച് ഫേസ് മാർക്സ്. അപ്പോൾ ബ്രീച്ച് ഫേസ് മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ഹെഡ് ഓർ ബേസ് ഓഫ് ദ കാട്രിഡ്ജ് കേസ് മൂവ്സ് റിയർവേർഡ് ഇറ്റ് സ്ട്രൈക്സ് what is called the breech face of the firearm, creating marks on the base of the cartridge called breech face marks. അപ്പോൾ ബുള്ളറ്റ് മുന്നിലേക്ക് പോകുമ്പോൾ ഈ കാട്രിഡ്ജ് റിക്കോയിൽ കാരണം പിന്നിലേക്ക് വന്ന് ഇടിക്കും, ഈ ബ്രീച്ച് ഫേസിൽ വന്ന് ഇടിക്കും. അപ്പോൾ ഈ ബ്രീച്ച് ഫേസ് കാരണം അതിനകത്ത് എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഈ നമ്മളുടെ കാട്രിഡ്ജ് കേസിൻ്റെ ബേസിൽ മാർക്കിങ്സ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്ന ചെറിയ ചെറിയ മാർക്കിങ്സ് ആണ് ബ്രീച്ച് ഫേസ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ചേംബർ മാർക്സ്. അപ്പോൾ ചേംബർ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്, ഈ ബുള്ളറ്റ് ഇരിക്കുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ ചേംബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്യൂറിങ് പ്രൊപ്പല്ലൻ്റ് ബേൺ ചെയ്യുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ഉണ്ടാവും. അങ്ങനെ ഈ ചേംബറിലേക്ക് ഈ കാട്രിഡ്ജ് കേസ് എക്സ്പാൻഡ് ചെയ്ത് ഇത് രണ്ടും തമ്മിലൊരു കോണ്ടാക്റ്റ് വരും. ഈ കാട്രിഡ്ജ് കേസ് എക്സ്പാൻഡ് ചെയ്ത് ഈ ചേംബറിലേക്ക് ഒരു കോണ്ടാക്റ്റ് വരും. അപ്പം ആ ചേംബറിൻ്റെ ഇറഗുലാരിറ്റീസ് കാരണം ഈ കാട്രിഡ്ജിൻ്റെ കാട്രിഡ്ജ് കേസിൻ്റെ സർഫസിൽ മാർക്കിങ്സ് ഫോം ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ചേംബർ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റഫ്നെസ് ഇൻ ദ ചേംബർ ഓഫ് ദ ഫയർ ആം ക്യാൻ സ്ട്രാക്സ് ദ ഔട്ടർ വാൾസ് ഓഫ് എ കാട്രിഡ്ജ് കേസ് വെൻ ലോഡഡ് ആൻഡ് റിമൂവ്ഡ് ഫ്രം ദ ചേംബർ. പിന്നെ വരുന്നതാണ് ഇജക്ടർ മാർക്സും എക്സ്ട്രാക്ടർ മാർക്സും. ഇജക്ടർ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ക്രിയേറ്റഡ് വെൻ ദ കാട്രിഡ്ജസ് ഓർ കാട്രിഡ്ജ് കേസസ് ആർ ഇജക്റ്റഡ് ഫ്രം ദ ആക്ഷൻ ഓഫ് എ ഫയർ ആം. അതേപോലെ എക്സ്ട്രാക്ടർ മാർക്സ് എന്ന് പറഞ്ഞാൽ അനദർ ആക്ഷൻ മാർക്ക് യൂഷ്വലി ഫൗണ്ട് ഇൻ സ്ട്രയേറ്റഡ് ഫോംസ് ഈസ് ദോസ് ക്രിയേറ്റഡ് ബൈ എൻ എക്സ്ട്രാക്ടർ ഓഫ് എ മോസ്റ്റ് ഓട്ടോ ലോഡിംഗ് ഓർ റിപ്പീറ്റിംഗ് ഫയർ ആംസ്. അപ്പോൾ ഈ കാണുന്ന എക്സ്ട്രാക്ടർ മാർക്സ് അല്ലെങ്കിൽ ഇജക്ടർ മാർക്സ് എന്നൊക്കെ പറയുന്നത് ഈ ഫയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ കാട്രിഡ്ജിനെ ഇതിൽ നിന്ന് ഇജക്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലോരോ മെക്കാനിസംസ് കൊടുത്തിട്ടുണ്ട്, ഇജക്ടേഴ്സും അതുപോലെ എക്സ്ട്രാക്ടേഴ്സും. അതിൻ്റെ ആ ഇജക്ടർ പിന്നിൻ്റെയും എക്സ്ട്രാക്ടർ പിന്നിൻ്റെയും മാർക്സ് ആണ് ഇജക്ടർ മാർക്സ് ആൻഡ് എക്സ്ട്രാക്ടർ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കാട്രിഡ്ജ് കേസിൽ വരുന്ന മാർക്കിങ്സ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബുള്ളറ്റിൽ ഫയേർഡ് ആയിട്ടുള്ളൊരു ബുള്ളറ്റിൽ വരുന്ന മാർക്കിങ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ആ വീഡിയോ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പം പറഞ്ഞു ആ റൈഫിളിങ്സ് കൊണ്ടിട്ട് സ്ട്രയേഷൻ മാർക്സ് ബുള്ളറ്റിൽ വരും എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള മാർക്സ് അതിനെയാണ് സ്ട്രയേഷൻ മാർക്സ് അല്ലെങ്കിൽ റൈഫിളിംഗ് മാർക്സ് എന്ന് പറയുന്നത്. ദീസ് മാർക്സ് ആർ ക്രിയേറ്റഡ് ഓൺ എ ബുള്ളറ്റ് ഡ്യൂറിങ് ഇറ്റ്സ് ട്രാവൽ ത്രൂ ദ റൈഫിൾഡ് ബാരൽ ആസ് എ കോൺസിക്വൻസ് ഓഫ് ദ friction between the riflings and irregularities present on the lance of the rifling of the barrel. ആ ലാൻസിലുള്ള ഇറഗുലാരിറ്റീസ് കാരണം അതിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന സ്ട്രയേഷൻ മാർക്സ് ആണ് ഈ ബുള്ളറ്റിൽ വരുന്നത്. റൈഫിളിലൂടെ ബുള്ളറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാർക്സ് ആണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതെല്ലാം ഫോറൻസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വെദർ ദ കാട്രിഡ്ജ് ഈസ് ആക്ച്വലി ഫയർഡ്, വെദർ ദ കാട്രിഡ്ജ് ബിലോങ് ടു ദ സസ്പെക്ട് ഫയർ ആം, വെദർ ദ ബുള്ളറ്റ് ഫയർഡ് ഫ്രം ദ സസ്പെക്ട് ഫയർ ആം, വെദർ ദ അമ്യൂണിഷൻ ആക്ച്വലി ബിലോങ് ടു ദ സസ്പെക്ട് ഫയർ ആം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മാർക്കിങ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിച്ചത് അനാട്ടമി ഓഫ് ഫയർ ആം പഠിച്ചു, ബാരൽ ആൻഡ് കാട്രിഡ്ജ്, അതേപോലെ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഫോറൻസിക് ബാലിസ്റ്റിക്സ്, 3 types ഓഫ് ഫോറൻസിക് ബാലിസ്റ്റിക്സ്, ദെൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ഫയറിംഗ് മെക്കാനിസം, അതേപോലെ ഹൗ ടു ഐഡൻറ്റിഫൈ എ സ്പെൻഡ് ആൻഡ് അൺസ്പെൻഡ് കാട്രിഡ്ജ് ആൻഡ് ഇറ്റ്സ് ഫോറൻസിക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.